അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ മാസത്തിൽ വളരെയധികം അത്ഭുതമായ ഒരു പ്രതിഭാസത്തിനാണ് ലോകം സാക്ഷിയാകാൻ പോകുന്നത്. ഈ വരുന്ന പരിപാവനമായ റമളാൻ 27 അന്ന് അഥവാ ഏപ്രിൽ 8 സമ്പൂർണമായ ഒരു സൂര്യഗ്രഹണം സംഭവിക്കാൻ പോവുകയാണ്. പകൽ മുഴുവനും കൂരാകൂരിട്ടായി മാറുന്നു. 50 വർഷത്തിനിടെ ഇതാദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള പ്രത്യേകത നിറഞ്ഞ ഒരു സമ്പൂർണ്ണ സൂര്യഗ്രഹണം സംഭവിക്കുന്നത്. 18 മാസത്തിലൊരിക്കൽ ഭൂമിയിൽ എവിടെയെങ്കിലും സൂര്യഗ്രഹണം സംഭവിക്കാറുണ്ട്. എന്നാൽ ഏപ്രിൽ 8 സംഭവിക്കുന്ന ഈ സൂര്യഗ്രഹണത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് എന്നാണ് നാസ പറയുന്നത്. ഭൂമിക്കും സൂര്യനും നേർരേഖയിൽ വരുന്ന ചന്ദ്രൻ സൂര്യനെ മറയ്ക്കുന്നതോടുകൂടി പകൽ മുഴുവനും രാത്രിയാണ് എന്നുള്ള രീതിയിൽ ഇരുട്ടായി മാറുകയാണ്. വടക്കേ അമേരിക്കയിലും മധ്യ അമേരിക്കയിലുമാണ് സമ്പൂർണ്ണ സൂര്യഗ്രഹണം അനുഭവപ്പെടുന്നത് എന്നാണ് ശാസ്ത്രലോകം പറയുന്നത്. 50 വർഷത്തിനിടെ ഏറ്റവും ദൈർഘ്യമേറിയ സമ്പൂർണ്ണ സൂര്യഗ്രഹണമായിരിക്കും ഇതെന്നാണ് നാസയുടെ കണ്ടെത്തൽ. പകൽ സന്ധ്യ എന്ന പ്രതിനിധിയുണ്ടാക്കുന്ന ഈ സൂര്യഗ്രഹണത്തിൽ പകലിൽ നക്ഷത്രങ്ങൾ പോലും കാണാൻ കഴിയുമെന്നുള്ള പ്രത്യേകതയുണ്ട്. 7.5 മിനിറ്റ് വരെ നീണ്ടു നിൽക്കുന്ന കഴിഞ്ഞ 50 വർഷത്തെ ഏറ്റവും ദൈർഘ്യമേറിയ കാലയളവായിരിക്കും ഈ സൂര്യഗ്രഹണത്തിനുണ്ടാകുന്നത്. അപൂർവമായ നീണ്ട കാലയളവാണിത്. എന്നാൽ ഈ വർഷം ഏപ്രിൽ 8 നടക്കാൻ പോകുന്ന ഈ സൂര്യഗ്രഹണത്തെ പ്രവചിച്ചുകൊണ്ടുള്ള 1970 ഒരു പത്രത്തിന്റെ ചിത്രം സമൂഹമാധ്യമങ്ങളിൽ ശ്രദ്ധേയമായി മാറുകയാണ്. 1970 ഒഹായോയിലെ ഒരു പത്രത്തിന്റെ ആദ്യ പേജിലാണ് സമ്പൂർണ്ണ സൂര്യഗ്രഹണത്തെക്കുറിച്ചുള്ള തലക്കെട്ടും ചിത്രവും കാണുവാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ ലോകം മുഴുവൻ അത്ഭുതത്തോടുകൂടി നോക്കിക്കാണുന്ന ഈ സൂര്യഗ്രഹണം സംഭവിക്കുന്നത് പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ മാസം 27 എന്നുള്ളത് നമ്മെ എല്ലാവരെയും ആശ്ചര്യപ്പെടുത്തുകയാണ്. അള്ളാഹു അവന്റെ അടിമകൾക്ക് ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനായി ചില ദൃഷ്ടാന്തങ്ങൾ ഭൂമിയിൽ വെളിപ്പെടുത്താറുണ്ട്. ഭൂമി കുലുക്കം, ചുഴലിക്കാറ്റ്, വെള്ളപ്പൊക്കം തുടങ്ങി പലതും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാണ്. അത്തരം ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും. അതുകൊണ്ട് തന്നെ ഗ്രഹണങ്ങൾ മനുഷ്യർക്ക് പാഠമാണ്. സൂര്യനും ചന്ദ്രനും ഒന്നും ആരാധിക്കപ്പെടാൻ യോഗ്യമല്ലെന്നും അവയുടെ സൃഷ്ടാവിന്റെ തീരുമാനങ്ങൾക്കും കൽപ്പനകൾക്കും വിധേയമായി മാത്രമേ അവ സഞ്ചരിക്കുകയും നിലനിൽക്കുകയും ചെയ്യുന്നുള്ളൂ എന്നും തിരിച്ചറിയാൻ ഒരു മനുഷ്യന് സാധിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകൻ ഇബ്രാഹിം എന്ന കുട്ടി മരണപ്പെട്ട ദിവസം യാദൃശ്ചികമെന്നോണം അന്ന് സൂര്യഗ്രഹണമുണ്ടായി. പ്രവാചകപുത്രന്റെ വിയോഗത്തിൽ സൂര്യൻ പോലും ദുഃഖിക്കുന്നുവെന്നും അതിനാലാണ് സൂര്യഗ്രഹണം സംഭവിച്ചത് എന്നുമുള്ള രീതിയിൽ ജനങ്ങൾ സംസാരമുണ്ടായി. എന്നാൽ ഇത്തരം അന്ധവിശ്വാസങ്ങളുടെ വേരറുത്തുകൊണ്ട് ആരെങ്കിലും മരിക്കുകയോ ജീവിക്കുകയോ ചെയ്ത കാരണം കൊണ്ട് സൂര്യനും ചന്ദ്രനും ഒരിക്കലും ഗ്രഹണം ബാധിക്കുകയില്ല എന്നും അത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒന്നാണെന്നും നിബിധങ്ങൾ പ്രഖ്യാപിച്ചു. അതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ ഹബീബ് മറ്റൊരു കാര്യം കൂടി കൂട്ടിച്ചേർത്തു. സൂര്യനും ചന്ദ്രനും ഗ്രഹണം ബാധിക്കുന്നത് മുഖേന അള്ളാഹു അവന്റെ ശിക്ഷയെക്കുറിച്ച് അവന്റെ അടിമകളെ ഭീതിപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അതുവഴി അടിമകൾ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുവാൻ അത് കാരണമാകുന്നു. മറ്റു പല ദൃഷ്ടാന്തങ്ങളും എന്ന പോലെ ഇതും അടിമകളെ ഭീതിപ്പെടുത്താനാണ് എന്ന് നിബിധങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. കാറ്റ്, ക്ഷാമം, പേമാരി തുടങ്ങിയ പല കാരണങ്ങളാലും ശിക്ഷ വരുന്നത് പോലെ ഇതും ചിലപ്പോൾ ഒരു ശിക്ഷയ്ക്ക് നിമിത്തമായേക്കാം. ഒരുപക്ഷെ ഭൂമിയിൽ വല്ല ശിക്ഷയും തുടങ്ങാൻ അള്ളാഹു ഇതിനെ ഒരു കാരണമാക്കി നിശ്ചയിക്കുകയും ചെയ്യാം. അബൂ മൂസ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഒരിക്കൽ സൂര്യന് ഗ്രഹണം ബാധിച്ചപ്പോൾ അന്ത്യദിനം സംഭവിക്കുകയാണോ എന്ന് ഭയപ്പെടുന്ന അവസ്ഥയിൽ നിബിധങ്ങൾ പരിഭ്രമിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിന്നു. പള്ളിയിൽ വന്ന് ദീർഘമായി സുജൂദും റുക്കൂവും ഖിയാമും നിർവഹിച്ചുകൊണ്ട് നിബിധങ്ങൾ നിസ്കരിച്ചു. അപ്രകാരം നിബിധങ്ങൾ ചെയ്യുന്നത് ഞാൻ തീരെ കണ്ടിട്ടില്ല എന്നായിരുന്നു മഹാനവറുകൾ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയങ്ങളിൽ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേണ്ടത് നിസ്കാരവും പ്രാർത്ഥനയുമൊക്കെയാണ്. എന്നാൽ ഇതോടൊപ്പം തന്നെ ഇതേ ദിവസം പ്രത്യേക തരത്തിലുള്ള അമേരിക്കയിൽ നിന്നും ഇറക്കുമതി ചെയ്ത 5ഓളം ചുവന്ന പശുക്കളെ ജൂതന്മാർ ബലിയർപ്പിക്കാൻ പോകുന്നു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ജൂതന്മാർ അവരുടെ ഏറ്റവും വലിയ സ്വപ്നതുല്യമായ തേർഡ് ടെമ്പിൾ പണിയാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇതിനായി കാലാകാലങ്ങളായി ഇവർ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിന്റെ അന്ത്യമെന്നോണം 3ാം ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട ശുദ്ധീകരണ ചടങ്ങുകൾക്ക് കാത്തിരിക്കുന്ന 10ാമത്തെ ചുവന്ന പശുക്കിടാവ് അവർ അത്യാവശ്യമായി കണ്ടെത്തുകയും അതിനെ ബലിയർപ്പിക്കാൻ പോവുകയും ചെയ്യുന്നു. അതിന്റെ തയ്യാറെടുപ്പിലാണ് ജൂതന്മാർ. അതുകൊണ്ട് തന്നെ ഈ റമളാൻ മാസത്തിൽ സംഭവിക്കാൻ പോകുന്ന ഈ സൂര്യഗ്രഹണവും ദജ്ജാലിനെ വരവേൽക്കാൻ പോകുന്ന ജൂതന്മാരുടെ ഈ ബലിയർപ്പിക്കലും ഇതെല്ലാം കൂട്ടിയോജിപ്പിക്കുമ്പോൾ ലോകാവസാനം നമ്മളിലേക്ക് അടുത്തിരിക്കുന്നു എന്ന് നമ്മൾ എല്ലാവരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ദജ്ജാലിന്റെ ഫിത്നയെ തൊട്ട് അല്ലാഹു നമ്മെ എല്ലാവരെയും കാക്കുമാറാകട്ടെ. മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി ഒരു മുസ്ലിമായി മരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ.